Hello dear students, welcome back to RKNX. Shortcut സീരീസിലെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെഷൻ 1-ൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ നിന്നുള്ള ഡയമെൻഷൻസിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. സെഷൻ 2-ൽ ക്ലാസ് 11-ലെ സിമ്പിൾ ഹാർമോണിക് മോഷനും ക്ലാസ് 12-ലെ ഓൾട്ടർനേറ്റിംഗ് കറൻസും കണക്ട് ചെയ്തുള്ള ഷോർട്ട് കട്ട്സ് ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. സെഷൻ 3-ൽ ഓൾട്ടർനേറ്റിംഗ് കറൻസിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും വളരെ അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ഓക്കെ, നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമുക്കിവിടെ ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ഒരു കറന്റ് കൊടുക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഡി സി എടുക്കുന്നു. ഡി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി 0 ആണ് അല്ലെ. ഡി സിയുടെ ഫ്രീക്വൻസി 0 ആണ്, അല്ലെങ്കിൽ ഡി സി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ലല്ലോ, ഡി സിക്ക് പൊളാരിറ്റി മാറുന്നില്ല. അപ്പൊ ഡി സിയുടെ ഫ്രീക്വൻസി എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഹൈ ഫ്രീക്വൻസി എ സി. അപ്പോൾ ഒരെണ്ണം ലോ എക്സ്ട്രീം ആണ്, ഫ്രീക്വൻസി 0 ഏറ്റവും കുറവും. രണ്ടാമത്തെ ഹൈ ഫ്രീക്വൻസി എ സി, വേണമെങ്കിൽ നമുക്കതിനെ ഇൻഫിനിറ്റി എന്നോ മറ്റോ വിളിക്കാം. ഓക്കെ, ഹൈ ഫ്രീക്വൻസി എ സി. ഈ രണ്ട് കേസിലും ഇൻഡക്ടറും കപ്പാസിറ്ററും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാ പറയുക, എൽ ഒമേഗ അല്ലെ, അല്ലെങ്കിൽ എൽ ഇൻറ്റു 2πf. ഇനി നോക്കൂ, ഇവിടെ ഫ്രീക്വൻസി 0 ആണ് അല്ലെ. ഫ്രീക്വൻസി 0 ആണെങ്കിൽ എക്സ് എൽ എന്തായിരിക്കും? എക്സ് എല്ലും 0 ആവും. സോ നമുക്ക് പറയാം എക്സ് എൽ ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു 0. അതായത് ഇൻഡക്ടർ കറണ്ടിന് 0 റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യാൻ ഇൻഡക്ടർ പെർമിറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഡക്ടർ ഇവിടെ ഒരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സ്വിച്ച്. ഓക്കെ, ഇത് ക്ലോസ്ഡ് സ്വിച്ചും ഇത് ഓപ്പൺ സ്വിച്ചുമാണ് കേട്ടോ. കറണ്ട് പാസ് ചെയ്യാത്ത സ്വിച്ചിനെ ഓപ്പൺ സ്വിച്ച് എന്ന് പറയും, കറണ്ട് പാസ് ചെയ്യുന്ന സ്വിച്ചിനെ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയും. ഓക്കെ, ഇനി കപ്പാസിറ്റർ നോക്കാം നമുക്ക്. എക്സ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താ? 1/c ഒമേഗ, അല്ലെങ്കിൽ നമുക്ക് 1/c ഇൻറ്റു 2πf എന്ന് എഴുതാം അല്ലെ. 1/c ഇൻറ്റു 2πf. ഫ്രീക്വൻസി ഇവിടെ 0 എന്ന് പറഞ്ഞിരിക്കുന്നു, ഡി സിയുടെ ഫ്രീക്വൻസി അല്ലെ. ഇപ്പൊ ഡിനോമിനേറ്ററിലെ ഫ്രീക്വൻസി 0 വന്നാൽ 1/0 എടുക്കുമ്പോൾ ഇൻഫിനിറ്റി എന്ന് വരും. അതായത് കപ്പാസിറ്റേഴ്സ് റിയാക്ടൻസ് ഇസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. ആർക്ക്? ഡി സിക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം കപ്പാസിറ്റർ ബ്ലോക്സ് ഡി സി. കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലെ. കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് ചെയ്താൽ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ പറയും ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഡി സിയുടെ കേസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇൻഡക്ടറും കപ്പാസിറ്ററും. ഇനി ഹൈ ഫ്രീക്വൻസി എ സിയിൽ എന്ത് സംഭവിക്കും നോക്കാം. ഹൈ ഫ്രീക്വൻസി എ സി എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗയാണ് അല്ലെ. ഇവിടെ ഫ്രീക്വൻസി ഹൈ ആയതുകൊണ്ട് ഈ എക്സ് എല്ലും വെരി വെരി ഹൈ ആയിരിക്കും. അതായത് നമുക്ക് വേണമെങ്കിൽ എക്സ് എല്ലിനെ ഇൻഫിനിറ്റി എന്ന് പറയാം. അതായത് ഇൻഡക്ടർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ കറണ്ടിനെ പാസ് ചെയ്യില്ല. അപ്പൊ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? അതൊരു ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ഇനി കപ്പാസിറ്ററിലേക്ക് വന്നാൽ അവിടെ എക്സ് എഴുതി നോക്കാം കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു 2πf. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻസി ഇവിടെ വെരി ഹൈ ആണ് അല്ലെ. അത് ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്റർ വെരി ഹൈ ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ വെരി സ്മോൾ ആവും. എക്സി വെരി സ്മോൾ ആ, അതായത് എക്സി ഓൾമോസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ നോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഈസി ആയിട്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുമെങ്കിൽ അതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന സ്വിച്ചിനെ നമ്മൾ ക്ലോസ്ഡ് സ്വിച്ച് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതാണ് ബേസിക് ഐഡിയ. ഇത് എപ്പോഴെന്നറിയോ? ഞാൻ ഈ കണ്ടീഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ടി വെരി വെരി ഗ്രേറ്റർ ദാൻ 0, അതായത് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ ശേഷം അതിനെ നമുക്ക് വേണമെങ്കിൽ സാച്ചുറേഷൻ എന്ന് പറയാം കേട്ടോ. സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞ ശേഷം, അതായത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിയുന്ന കണ്ടീഷനെയാണ് സാച്ചുറേഷൻ എന്ന് പറയുക. ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ രണ്ട് തരത്തിൽ ചോദിക്കും. ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ ആഫ്റ്റർ സാച്ചുറേഷൻ ഇസ് അച്ചീവ്ഡ്, അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. സ്വിച്ച് ക്ലോസ് ചെയ്താൽ ഉടനെ എന്താ കണ്ടീഷൻ? ഇപ്പൊ നമ്മൾ എഴുതിയ കണ്ടീഷൻസ് എല്ലാം നേരെ തിരിയും. ഓക്കെ,
സ്വിച്ച് ക്ലോസ് ചെയ്താൽ ഉടനെ കണ്ടീഷൻസ് നേരെ തിരിയും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ കണ്ട കണ്ടീഷൻ സാച്ചുറേഷൻ, അതായത് സ്വിച്ച് ഓൺ ചെയ്ത ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. സർക്യൂട്ടിലെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത ശേഷം കുറേ കഴിയുമ്പോഴാണ് സാച്ചുറേഷൻ ആവുക. സാച്ചുറേഷൻ ആകുമ്പോൾ അതാണ് T greater than 0 എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ എക്സൽ ഇൻഡക്ടർ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടും കപ്പാസിറ്റർ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. DC-ക്ക് ഹൈ ഫ്രീക്വൻസിക്ക് ഇൻഡക്ടർ ഓപ്പൺ സ്വിച്ച് ആയിട്ടും കപ്പാസിറ്റർ ക്ലോസ് സ്വിച്ച് ആയിട്ടും ആക്ട് ചെയ്യും. ഇവിടെ നേരെ കാര്യങ്ങൾ തിരിയും. നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ക്ലോസ്ഡ് ആണല്ലോ, അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താ? ഓപ്പൺ. അതുപോലെ ഇവിടെ ഓപ്പൺ ആണല്ലോ, അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താ? ക്ലോസ്ഡ്. ഓക്കെ. അതുപോലെ ഇവിടെയും തിരിയും. ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ്. ഓക്കെ. നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് തന്നെ ചെയ്തെടുക്കാം, പക്ഷേ അതൊരു ഷോർട്ട് കട്ടായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഇത് ക്ലോസ്ഡ് ആണ്, അപ്പൊ ഇവിടെ ഓപ്പൺ. നേരെ കണ്ടീഷൻസ് തിരിയൊന്ന് ഓർത്താൽ മാത്രം മതി കേട്ടോ. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു കറണ്ടിനെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, കറണ്ടിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയാമെങ്കിൽ കുറേയേറെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാവും കേട്ടോ. അപ്പൊ അത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അറിഞ്ഞിരിക്കണം. T>0, അതായത് കുറേ നേരം കഴിഞ്ഞ ശേഷം, സാച്ചുറേഷൻ ഒക്കെ വന്ന ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് ഓഫ് ഓൺ ചെയ്താൽ ഉടനെ, ആ കണ്ടീഷനാണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അറ്റ് വെരി ഹൈ ഫ്രീക്വൻസീസ്, ഇവിടെയുണ്ട് അറ്റ് വെരി ഹൈ ഫ്രീക്വൻസീസ്, അപ്പൊ ഹൈ ഫ്രീക്വൻസി ആണ് കേട്ടോ. അറ്റ് വെരി ഹൈ ഫ്രീക്വൻസീസ് ദി ഇഫക്റ്റീവ് ഇംപെഡൻസ് ഓഫ് ദ ഗിവൺ സർക്യൂട്ട് വിൽ ബി. അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എവിടെയാണ്? പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ സാച്ചുറേഷൻ കണ്ടീഷൻ കേട്ടോ. വെരി ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസിയിൽ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? കപ്പാസിറ്റർ കാണുന്നുണ്ട്, ഇൻഡക്ടറും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ വെരി ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഓപ്പണും ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും ആണേ. ഇൻഡക്ടർ ഓപ്പണും ഓക്കെ, കപ്പാസിറ്റർ ക്ലോസ്ഡും ആണ് കേട്ടോ. ക്ലോസ്ഡ് ആണ്. ഓക്കെ. അപ്പൊ ഇൻഡക്ടർ ഓപ്പൺ ആക്കാം നമുക്ക്. ഇൻഡക്ടർ ഉള്ള പാർട്ട് ഓപ്പൺ ആക്കാം കേട്ടോ. ഇൻഡക്ടർ ഉള്ള പാർട്ട് ഇവിടെ ഞാൻ ഓപ്പൺ ആക്കുക. ഇവിടെ വെച്ച് ഇത് ഓപ്പൺ ആയി, സർക്യൂട്ട് ഓപ്പൺ ആയി. കണ്ടോ? ഇൻഡക്ടറിന്റെ പാർട്ട് ഇല്ല. കണ്ടോ? ആ സർക്യൂട്ട് അവിടെ വെച്ച് ബ്രോക്കൺ ആയി. അതായത് ഇങ്ങനെ വന്നിട്ട് കറണ്ട് ഇവിടെ എത്തുമ്പോൾ പിന്നെ പോകാൻ പറ്റുന്നില്ല. അതായത് ഈ പാർട്ട് മുഴുവൻ അങ്ങ് പോകും. കണ്ടോ? ആ പാർട്ട് ഇനി ഇല്ല, ഇൻഡക്ടറുള്ള പാർട്ട് ഇനി ഇല്ല. അതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി കപ്പാസിറ്റർ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഈ കപ്പാസിറ്റർ നേരെ ഇങ്ങനെ കറണ്ട് സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും കേട്ടോ. കറണ്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ. ഈ കപ്പാസിറ്റർ കൂടെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും. കപ്പാസിറ്റർ നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട കേട്ടോ ഇനി, കാരണം കപ്പാസിറ്ററിന്റെ ഒന്നും കൗണ്ട് ചെയ്യണ്ട, കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ഇല്ലല്ലോ. നമുക്ക് ഫിഗർ റീഡ്രോ ചെയ്യാം കേട്ടോ. ഫിഗർ ഞാൻ റീഡ്രോ ചെയ്യാൻ പോവാണേ. ഇത് ആദ്യം ഫസ്റ്റ് പാർട്ട് ഞാൻ ആ ഒരു 1 ohm റെസിസ്റ്റൻസ് അങ്ങനെ തന്നെ വരച്ചു കേട്ടോ. ഈ നിൽക്കുന്ന 1 ohm ഞാൻ അങ്ങനെ തന്നെ വരച്ചു. ഈ കപ്പാസിറ്റർ വരയ്ക്കേണ്ട ആവശ്യമില്ല, നേരെ ഒരു ലൈൻ വരച്ചാൽ മതി. ഓക്കെ. പിന്നെ ഇതാ ഇവിടെയുള്ള റെസിസ്റ്റർ വരയ്ക്കാം. ഈ റെസിസ്റ്റർ വരയ്ക്കാം കേട്ടോ. ഈ റെസിസ്റ്റർ വരയ്ക്കാം നമുക്ക് 2 ohm. ആ 2 ohm വരച്ചു. ഓക്കെ. ഇത് 1 ohm ആണ്, ഇത് 2 ohm ആണ് കേട്ടോ. ഈ നിൽക്കുന്ന കപ്പാസിറ്ററും വരയ്ക്കേണ്ട ആവശ്യമില്ല, അതും ഷോർട്ട് സർക്യൂട്ട് ആണ്. കപ്പാസിറ്റർ ഇവിടെ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് സ്മൂത്ത് ആയിട്ട് കറണ്ടിനെ പാസ് ചെയ്യും. ഇതും സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും, ഇതും സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും, പിന്നെ ഇത് സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും അല്ലേ. അപ്പം ഞാൻ ആ ലൈൻ വരയ്ക്കാം കേട്ടോ. ആ ലൈൻ നേരെ താഴേക്ക് വരച്ചു. കണ്ടോ? നേരെ താഴേക്ക് വരച്ചു. പിന്നെ അത് കഴിഞ്ഞതാ ഈ റെസിസ്റ്റർ വരയ്ക്കാം. ആ റെസിസ്റ്റർ വരച്ചു. ആ റെസിസ്റ്റർ 2 ohm തന്നെയാണ് കേട്ടോ. ഈ കപ്പാസിറ്റർ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അവിടെ. ഞാനിത് സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തു, ആ പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ. ഇനി ഈ സൈഡ് നോക്കാമല്ലോ. ഞാൻ പറഞ്ഞിരുന്നു ഈ പാർട്ട് മുഴുവൻ പോയി, ആ ഇൻഡക്ടർ ഇല്ലാത്തതുകൊണ്ട് ആ പാർട്ട് മുഴുവൻ പോയില്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ സർക്യൂട്ട് ഉള്ളത്, ഇതുപോലെ സർക്യൂട്ട് ഉള്ളത് കണ്ടോ. ഇനി നോക്കിയേ, ഇപ്പോൾ സിമ്പിളായി. ഇപ്പം നമുക്കിതാ ഇതിനും ഇടയ്ക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. എഫക്റ്റീവ് ഇത് A ആണ്, ഇത് B ആണ്. കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? ഈ നിൽക്കുന്ന 2ഉം പാരലൽ കോമ്പിനേഷനിലാണ് അല്ലേ. നോക്കൂ, ഈ 2വിന്റെ ലെഫ്റ്റ് എൻഡ് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2വിന്റെ ലെഫ്റ്റ് എൻഡ് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2വിന്റെ റൈറ്റ് എൻഡ് ഇവിടെ, ഈ 2വിന്റെ റൈറ്റ് എൻഡ് ഇവിടെ. കണ്ടോ? ഇവർ രണ്ടുപേരും പാരലൽ കോമ്പിനേഷനിലല്ലേ. അപ്പോൾ നമുക്ക് റീഡ്രോ ചെയ്യാം. ആദ്യത്തെ റെസിസ്റ്റർ 1 ohm അങ്ങനെ തന്നെ. പിന്നെ ഈ 2ഉം പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 × 2/2 + 2 R1 R2 / R1 + R2 4/4 എന്ന് വരും 1. അപ്പോൾ അതും 1 ohm തന്നെ വരും കേട്ടോ. അപ്പോൾ ഈ 1 ohm അങ്ങനെ തന്നെ. രണ്ടാമത് ഈ 2 ohms രണ്ടും കൂടെ ചേർന്നിട്ട് 1 ohm വരും.
അപ്പോൾ ഇഫക്റ്റീവായിട്ട് എത്ര കിട്ടി? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 + 1 ആർ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് 2 ohms എന്ന് ആൻസർ വരും. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ജെഇയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് നീറ്റ് എക്സാമിനേഷൻ ചോദിക്കാം. ഓക്കെ, ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇത് ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ പറയുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ പറഞ്ഞു, ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ടും കപ്പാസിറ്റർ ക്ലോസ്ഡും. ഇൻഡക്ടർ ഓപ്പൺ, കപ്പാസിറ്റർ ക്ലോസ്ഡ്. കണ്ടോ, അത് എഴുതി കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് ആണ്. ഇൻഡക്ടർ പാർട്ട് ഓപ്പൺ ആണ്. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റൻ നോക്കാം. For the given circuit, the current I through the battery when the key is closed and steady state has been reached. നോക്കൂ, സ്റ്റഡി സ്റ്റേറ്റ് ഹാസ് ബീൻ റീച്ച്ഡ് എന്ന് അവർ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഡി സി ആണോ എ സി ആണോ? ഡി സി ആണ് കേട്ടോ. ഇതാ ഡി സി ആണ്, കണ്ടോ, ഡി സിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡി സിയുടെ കോളം നോക്കിയാൽ മതി. സ്റ്റഡി സ്റ്റേറ്റ് വന്നു കഴിയുമ്പോൾ ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ്, സാച്ചുറേഷൻ. ഡി സിയുടെ കാര്യം നമുക്ക് നോക്കാം. ഇൻഡക്ടർ ക്ലോസ്ഡും കപ്പാസിറ്റർ ഓപ്പണും. ഇൻഡക്ടർ ക്ലോസ്ഡും കപ്പാസിറ്റർ ഓപ്പണും നോക്കാവേ. ഇൻഡക്ടർ ക്ലോസ്ഡ്, ഇൻഡക്ടർ ക്ലോസ്ഡ് ആയിട്ടും ഇൻഡക്ടർ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടും കപ്പാസിറ്റർ ഓപ്പൺ സ്വിച്ച് ആയിട്ടും. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യും, ഓപ്പൺ എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യില്ല. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? സ്റ്റഡി സ്റ്റേറ്റ് വേണം, ഡി സി ആയിരിക്കണം കേട്ടോ. സ്റ്റഡി സ്റ്റേറ്റ് ഡി സി, ഇത് സ്റ്റഡി സ്റ്റേറ്റ് ഡി സി. കണ്ടോ, ക്ലോസ്ഡ്, ഇൻഡക്ടർ ക്ലോസ്ഡും കപ്പാസിറ്റർ ഓപ്പണും അല്ലേ? അങ്ങനെ തന്നെ എടുത്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇൻഡക്ടർ ക്ലോസ്ഡും കപ്പാസിറ്റർ ഓപ്പണും. നമുക്ക് കപ്പാസിറ്റർ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ തന്നെ പകുതി എളുപ്പമായി. ഇൻഡക്ടർ ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇൻഡക്ടർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ നേരെ പോകും. കണ്ടോ, ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആക്റ്റീവ്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തേക്കാം. ഇങ്ങനെ കണക്ട് ചെയ്യാം. കണ്ടോ, നേരെ കണക്ട് ചെയ്യാം. ഇൻഡക്ടർ അവിടെ ഇല്ല ഇനി. അതുപോലെ ഇവിടുത്തെ ഇൻഡക്ടർ ഇല്ല. ഇൻഡക്ടർ എല്ലാം ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് മാറി. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡക്ടർ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് സ്റ്റഡി സ്റ്റേറ്റ് വരുമ്പോൾ ഇൻഡക്ടർ 0 റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇൻഡക്ടർ 0 റെസിസ്റ്റൻസ് അല്ലേ ഓഫർ ചെയ്യുന്നത്? ഇൻഡക്ടർ 0 റെസിസ്റ്റൻസ് അല്ലേ ഓഫർ ചെയ്യുന്നത് സ്റ്റഡി സ്റ്റേറ്റ്? കണ്ടോ, 0 റെസിസ്റ്റൻസ്. അതുകൊണ്ട് ഇൻഡക്ടറിനെ എടുത്ത് കളയാം നമുക്ക്. ഞാൻ ആ ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്യാം കേട്ടോ. ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്യാം. എങ്ങനെ ഫിഗർ വരുന്നേ? ആദ്യം ഇവിടെ 30 വോൾട്ട്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 2 ohm റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ നിൽക്കുന്ന 3 വരയ്ക്കണം, ഈ നിൽക്കുന്ന 3യും വരയ്ക്കണം അല്ലേ? പിന്നെ ഒരു 3 ഇവിടെ, 3 3 വരയ്ക്കണം. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇവിടുന്നൊരു 3, ഇവിടുന്നൊരു 3, ഇവിടുന്നൊരു 3. ഓക്കെ, 3 ഞാൻ വരച്ചു. കംപ്ലീറ്റ് ആയിട്ടോ. ഇത് 3 ohm, ഇത് 3 ohm, ഇത് 3 ohm. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് ത്രൂ ദ ബാറ്ററിയാണ് വേണ്ടത് അല്ലേ? കറണ്ട് ത്രൂ ദ ബാറ്ററി 30 വോൾട്ട്സ് ആണ് കേട്ടോ. കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടണം. ഇനി നമുക്കിത് എങ്ങനെ എടുക്കാം? ഈ 3 പേരും എന്ത് കോമ്പിനേഷനിലാണ്? പാരലൽ കോമ്പിനേഷനിലാണ്. കാരണം ഇതിൻ്റെയും ടോപ്പ് എൻഡ്സ് കണക്റ്റഡ് ടുഗെദർ, ബോട്ടം എൻഡ്സും ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പൊ 3യും പാരലലിൽ വന്നാൽ ഇഫക്റ്റീവ് 3/3 = 1 ആണ്. ഒരേപോലുള്ള റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് വന്നാൽ ഒരെണ്ണത്തിന്റെ വാല്യൂവിനെ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3/3 1 കിട്ടി. നമുക്കൊന്ന് റീഡ്രോ ചെയ്യാവുന്നൂടി കേട്ടോ. ഇത് 30 വോൾട്ട്സ്, അതിന് മാറ്റമൊന്നുമില്ല. ഈ 2 ohmന് മാറ്റമൊന്നുമില്ല. ബാക്കി ഈ കിടക്കുന്ന 3 പേരെയും കൂടി ചേർത്തിട്ട് നമുക്ക് 1 എന്ന് എഴുതാം. ഇപ്പോൾ ഇഫക്റ്റീവ് 1 ആണ് കേട്ടോ. ഇപ്പൊ സിമ്പിൾ സർക്യൂട്ട് ആയില്ലേ? ഇനി നമുക്ക് കറണ്ട് എഴുതാം. കറണ്ട് = V/R ആണ് അല്ലേ? ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 30 ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2ഉം 1ഉം കൂടെ 3 ആണ്. 30/3 എന്ന് പറയുന്നത് 10 ആംപിയേഴ്സ് ആൻസർ കിട്ടും കേട്ടോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇതും പ്രീവിയസ് ജെഇ ക്വസ്റ്റൻ ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നീറ്റ് എക്സാമിനേഷനും വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റൻ നോക്കാം നമുക്ക്. Figure shows a circuit that contains 4 identical resistors with resistance R is equal to 2 ohm, 2 identical inductors with inductance 2 millihenry, and ideal battery with electromotive force 9 volts. The current I just after the switch is closed will be. Okay, right. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഇസ് ക്ലോസ്ഡ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. ഓക്കെ, ഉടനെ തന്നെയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ്ലി ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് ആണ്. ഇവിടെ ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് കേട്ടോ. നമുക്ക് ആ കോളം നോക്കാവേ. ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് ഇതാണ് t = 0. കണ്ടോ,
ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിങ് ദ സ്വിച്ച്. അത് ഡി സി ആയിരുന്നോ എ സി ആയിരുന്നോ? ഡി സി ആയിരുന്നു അല്ലേ? അപ്പോൾ ഡി സി ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിങ്. ഓക്കെ, ഡി സി ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിങ്. ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും കേട്ടോ. ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. ഓക്കെ, ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. അപ്പോൾ ഇൻഡക്ടർ ഉള്ളതൊക്കെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് വയ്ക്കുക, കപ്പാസിറ്റർ ഉള്ളതൊക്കെ ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് വയ്ക്കുക കേട്ടോ. അങ്ങനെ തന്നെയല്ലേ? ഡി സി ആയിരിക്കണം ടി സി ഈക്വൽ ടു 0-ൽ. ഡി സി ആയിരിക്കണം ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. അപ്പോൾ കപ്പാസിറ്റർ ഇല്ല, ഇവിടെ ക്വസ്റ്റനിൽ കപ്പാസിറ്റർ ഇല്ലല്ലോ. അപ്പോൾ ഇൻഡക്ടർ മാത്രം നോക്കിയാൽ മതി. ഇൻഡക്ടർ ഉള്ളതൊക്കെ ഓപ്പൺ ആക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇൻഡക്ടർ ഉള്ള പോർഷനൊക്കെ ഓപ്പൺ ആക്കാം. ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുകയാണേ. ഇത് ഓപ്പൺ ആക്കി കണ്ടോ. ഇവിടെ വെച്ച് കറണ്ട് ബ്രേക്കായി. അതുപോലെ ഇവിടെ വെച്ചും കറണ്ട് ബ്രേക്കായി കണ്ടോ. കറണ്ട് ബ്രേക്കായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന പാത്തും ഇല്ല, ഇപ്പോൾ ഈ കാണുന്ന പാത്തും ഇല്ല അല്ലേ? പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ കണ്ടോ. കാരണം ഇവിടെയും സർക്യൂട്ട് ബ്രോക്കണാ, ഇവിടെയും സർക്യൂട്ട് ബ്രോക്കണാ. സർക്യൂട്ട് ബ്രേക്കായ പിന്നെ കറണ്ട് പോകില്ലല്ലോ. അപ്പോൾ നമ്മളതിനെ റീഡ്രോ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. സെക്കൻഡേ, സെല്ല് 9 volts ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സ്വിച്ച് കംപ്ലീറ്റ് ആക്കി. ഇത് റെസിസ്റ്റൻസ് 6, ഇവിടെ റെസിസ്റ്റൻസ് 6, ഇതും 6, ഇതും 6. അത് രണ്ടും സീരീസിലാണല്ലോ. ഈ 6ഉം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സീരീസിലാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? R + R ദാറ്റ് ഈസ് ഈക്വൽ ടു 2R എന്ന് വരും. ശരിയല്ലേ? സോ 2R എന്ന് വരും. ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ohm എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. ഇത് 2 ohms ആണ് കേട്ടോ. ഒരു കറക്ഷൻ ഉണ്ട് അവിടെ. 2 ohms ആണേ. അപ്പോൾ 2 ohms എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 × 2 4 ohms എന്ന് കിട്ടും കണ്ടോ. റെസിസ്റ്റൻസ് കിട്ടിയാൽ പിന്നെ കറണ്ട് എളുപ്പമാണ്. കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഇവിടെ 9 volts എന്ന് പറഞ്ഞിരിക്കുന്നു. 9 volts കണ്ടോ. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ആൻസർ 2.25 amperes എന്ന് വരും. ഓപ്ഷൻസ് മിസ്സിംഗ് ആണ് കേട്ടോ. 2.25 amperes എന്ന് വരും. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ. പ്രീവിയസ് നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ ഐഡിയ ഇതാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്ന്, ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഇസ് ക്ലോസ്ഡ് കണ്ടോ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ആണ്. രണ്ട്, ഇതൊരു ഡി സി ആണ്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ നോക്കിയാൽ മതി. ഡി സിയുടെ കോളം നോക്കുക കണ്ടോ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് നോക്കുക. ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. ഇൻഡക്ടർ ഓപ്പൺ, കപ്പാസിറ്റർ ക്ലോസ്ഡ് കണ്ടോ. ഇൻഡക്ടർ ഉള്ള പാർട്ട് ഓപ്പൺ ചെയ്തു, ബാക്കി ഇത് മാത്രമേ ഇപ്പോൾ സർക്യൂട്ടിലുള്ളൂ കണ്ടോ. നേരിട്ട് EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കാം കറണ്ടിന് വേണ്ടി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫിഗർ ഷോസ് എ സർക്യൂട്ട് ദാറ്റ് കണ്ടെയ്ൻസ് 3 identical resistors with resistances 9 ohms each. 9 ohm ആണ് ഇത് കേട്ടോ. 9 ohms each. 2 identical inductors with inductance 2 millihenry each and an ideal battery with EMF 18 volts. The current through the battery just after the switch is closed. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഇവിടെ. ഒന്ന്, ഇതൊരു ഡി സി ആണ് ശരിയല്ലേ. ഇപ്പോൾ ഡി സി ആണെന്ന് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം എന്താ, ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ച് ഇസ് ക്ലോസ്ഡ് കണ്ടോ. ഇപ്പോൾ ഡി സി ആണ്, ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് ആണ്. ഡി സി ആണ്, ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. T = 0 നോക്കാമല്ലോ നമുക്ക്. ഡി സി ആണ്, ജസ്റ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. T = 0. ഡി സി കണ്ടോ. ഇൻഡക്ടർ ഓപ്പണും കപ്പാസിറ്റർ ക്ലോസ്ഡും. ഇൻഡക്ടർ ഈസ് ഓപ്പൺ, കപ്പാസിറ്റർ ഈസ് ക്ലോസ്ഡ്. ഇൻഡക്ടർ ഓപ്പൺ ആക്കണം, കപ്പാസിറ്റർ ക്ലോസ്ഡ് ആക്കി നിർത്തണം. ഓക്കെ, നമുക്ക് ഇൻഡക്ടർ ഉള്ള അടുത്തൊക്കെ ഓപ്പൺ ആക്കാം കേട്ടോ. ഇൻഡക്ടർ ഉള്ള അടുത്ത് ഓപ്പൺ ആക്കാം. ദാ ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇതാ ഇത് ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയാം. പാത്ത് തന്നെ അങ്ങ് പോകും. ഓക്കെ, വേറെ ഇൻഡക്ടർ ഉണ്ടോ? യെസ്, ദാ ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട് കണ്ടോ. ആ പാത്ത് പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ പാത്തും ഇല്ല, ഇനി ഈ പാത്തും ഇല്ല കണ്ടോ. ബാക്കിയുള്ളത് നമുക്ക് വരയ്ക്കാം കേട്ടോ. ബാക്കി അപ്പോൾ ഇതുണ്ടാവും, ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതുണ്ടാവും, ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സെല്ല് വരച്ചു. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ദാ ഈ റെസിസ്റ്റൻസ് വരയ്ക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് വരച്ചു. പിന്നെ റൈറ്റിലോട്ട് വന്നിട്ട്
ഈ റെസിസ്റ്റൻസ് വരയ്ക്കാം. പിന്നെ ഈ ഇൻഡക്ടർ ആവശ്യമില്ല, അവിടെ പകരം ഈ കപ്പാസിറ്ററിന്റെ ഭാഗത്ത് കൂടിയാണ് പോരുന്നത് അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ നേരെ ഷോർട്ട് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ, കപ്പാസിറ്റർ കാണിക്കേണ്ട ആവശ്യമില്ല. കപ്പാസിറ്റർ നേരെ ഷോർട്ട് ചെയ്ത് കാണിച്ചു, കണ്ടോ, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ സിമ്പിൾ സർക്യൂട്ട് ആയില്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് ത്രൂ ദ ബാറ്ററി ആണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ആറും പാരലലാണ്, ശരിയല്ലേ. ഈ ആറിൻ്റെ ടോപ്പ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവിൽ, ഈ ആറിൻ്റെയും ടോപ്പ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവിൽ, രണ്ടുപേരുടെയും ബോട്ടം എൻഡ് നെഗറ്റീവിൽ, കണ്ടോ. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആർ പാരലൽ നോക്കട്ടെ, എങ്ങനെ എടുക്കുക? രണ്ടും ഐഡൻറ്റിക്കൽ ആവുമ്പോൾ ഒരുപോലുള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 9 ആണ് കേട്ടോ, 9/2 4.5 ohms എന്ന് വന്നു. ക്വസ്റ്റ്യൻ ഇസ് ടു കാൽക്കുലേറ്റ് കറണ്ട് അല്ലേ. കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് എങ്ങനെ എടുക്കും? EMF ബൈ റെസിസ്റ്റൻസ്. EMF എത്രയാ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ EMF? യെസ്, 18 വോൾട്ട്സ്. ഇത് എവിടെയുണ്ട് കേട്ടോ, 18 വോൾട്ട്സ്. 18 ഡിവൈഡഡ് ബൈ 4.5, സോ 4 ആംപിയേഴ്സ് ആൻസർ വരും. കണ്ടോ, 4 ആംപിയേഴ്സ് ആൻസർ വരും. അപ്പോൾ നമ്മൾ ഈ സീരീസിലെ 3ാമത്തെ സെഷനും കംപ്ലീറ്റ് ആക്കി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്, പല പ്രാവശ്യം എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാനിതിൽ 4 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളൂ, ഇനിയും പല എക്സാമിനേഷനുകളായിട്ട് പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അറിയേണ്ട ഒരൊറ്റ കാര്യം, ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കരുത്, ഒരു ഐഡിയ, ട്രൈ ടു ഹാവ് ആൻ ഐഡിയ ഓഫ് ദിസ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, കോമൺ ആയിട്ട് പറയുന്ന ഇതാണ്, സാച്ചുറേഷൻ്റെ കേസാണ്. T ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ 0. അതായത് സ്വിച്ച് ഓൺ ചെയ്ത് സർക്യൂട്ടിലെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് കപ്പാസിറ്റർ സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ കപ്പാസിറ്റർ ബ്ലോക്സ് DC, കണ്ടോ. അതാണ് DCക്ക് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുക, ഓപ്പൺ സ്വിച്ച് ആയിട്ട്. ഇൻഡക്ടർ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഹൈ ഫ്രീക്വൻസിക്ക് ആകുമ്പോൾ നേരെ തിരിയും അത്, കണ്ടോ. ഹൈ ഫ്രീക്വൻസിക്ക് ഇൻഡക്ടർ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റർ ക്ലോസ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഇതെല്ലാം T = 0 ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ ചോദിച്ചാൽ ഈ കണ്ടീഷൻസ് നേരെ റിവേഴ്സ് ചെയ്യാം. ഇതിവിടെ ക്ലോസ്ഡ് ആണ്, അപ്പോൾ ഇത് ഓപ്പൺ ആവും. ഇതിവിടെ ഓപ്പൺ ആണ്, അപ്പോൾ ഇത് ക്ലോസ്ഡ് ആവും. ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആവും. ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആവും. കണ്ടോ. അപ്പോൾ ഈ കണ്ടീഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, സോ ഈ 3 സെഷനും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കാണുക, ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, ഇത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ് കേട്ടോ. സോ meet you again with another topic in the next session of this episode series. So we'll meet again, then bye.